കലോത്സവത്തിനെത്തിയവരുടെ കുടയാണി വൻമരം. അതുമാത്രം പറഞ്ഞാൽ പാലക്കാട് എത്തിയ കലാപ്രേമികൾ സമ്മതിക്കില്ല. പാലക്കാട്ടെ കൊടുംചൂടും പൊടിക്കാറ്റും സഹിക്കാനാവാത്തവർക്കുള്ള അഭയകേന്ദ്രമാണിത്. ചൂട് ഇവിടെ സഹിക്കുന്നതിൽ അപ്പുറമാണ്. ഈ മരത്തിൻ്റെ ചൂടിൽ ഇപ്പോൾ നമുക്ക് അറിയാം 500-ലേറെ ആളുകൾ ഒരേ സമയം ഈ ചൂടിനെ ശമിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തന്നെ ചൂടിനെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ മരത്തിൻ്റെ അപ്പുറം നീങ്ങും. സമൂഹത്തിന്റെ ഒരു പരിച്ഛേദത്തെ ഈ മരത്തണലിൽ കാണാം. ഗൗരവമായ രാഷ്ട്രീയ ചർച്ചകൾ നടത്തുന്നവർ, മത്സരച്ചൂടിൽ നിന്നും തണൽ തേടിയെത്തിയവർ, പെൺകൂട്ടങ്ങൾ, കൗമാരക്കാരായ ചങ്ങാതിക്കൂട്ടങ്ങൾ, കാക്കിയെടുത്ത പോലീസും കുട്ടിപ്പോലീസും, അങ്ങനെ പോകുന്നു ഇവിടത്തെ കാഴ്ചകൾ. പാലക്കാടൻ ചൂട് ശമിപ്പിക്കാൻ ഐസ്ക്രീം നുണയാമെന്ന് വിചാരിച്ചാലും ഇരുന്നു കഴിക്കണമെങ്കിൽ ഇവിടെ എത്തണം. പൊരിവെയിലത്ത് ഈ പുസ്തകം തലയിൽ വെച്ച് നടക്കേണ്ടതാണ്. ചെറുതണലായപ്പോൾ വായന തുടങ്ങി. വിക്ടോറിയ കോളേജിലെ ഊട്ടുപുരയിലെത്തുന്ന ക്യൂവിലുള്ളവർക്കാണ് ഏറെ ആശ്വാസം. തുടർച്ചയായി പൊടിക്കാറ്റടിക്കുന്നതുകൊണ്ട് വെയിൽ കൊണ്ടും വളരെയധികം സാധനം സഹിക്കുകയാണ് ക്യൂവിൽ നിൽക്കുമ്പോൾ. അപ്പോൾ ഈ മരം ഞങ്ങൾക്ക് നല്ലൊരു സഹായമാണ് നൽകുന്നത്, നല്ല തണൽ നൽകുന്നു. ശരീരം പൊള്ളും വെയിലകറ്റാൻ വാഗമരമുള്ളതിനാൽ മാത്രം ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരും കുറവല്ല. ചൂടിൽ നിന്നും രക്ഷ നേടാൻ വാഹനങ്ങളും ഈ മരത്തണലിൽ ഒതുക്കിയിടും. ചരിത്രപ്രസിദ്ധമായ വിക്ടോറിയ കോളേജിലെ നിരവധി പ്രതിഭകൾ ഈ മരത്തണലിൽ നിന്നും ഉയർന്നു വന്നതാണ്. പാലക്കാട്ടെ കൊടുംചൂടിൽ ഈ പച്ചമരത്തണലിൽ അല്പനേരം വിശ്രമിച്ചാൽ ആരും അറിയാതെ പറഞ്ഞു പോകും മരം ഒരു വരമാണെന്ന്. ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂരിനോടൊപ്പം സാജിദ് അജ്മൽ, ടീം മീഡിയ 1 പാലക്കാട്.